എടാ, കുറെ നേരം ആയല്ലോ ഇത്. ഇനി എത്ര ദൂരം കൂടി ഉണ്ട്? ഒരു 5 മിനിറ്റ്സ് കൂടെ ഉള്ളടാ. എത്താറായി? ദേ, സന്ധ്യയായി. ഇനി ലേറ്റ് ആയാൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുക? എടാ, നമ്മൾ എത്തിയടാ. ആ, ഇത് തന്നെ. ഇതാരാ ഈ നേരത്തെ ഇങ്ങോട്ട്? മോളെ സുഭദ്ര, ഇന്ന് വന്നേ. എന്താ അച്ഛാ? മോളെ, അതാരാ വന്നിരിക്കുന്നേ? അച്ഛാ, ഇതായിരിക്കും ദേവേട്ടൻ പറഞ്ഞ പിള്ളേര്. ഞാൻ പോയി ഇന്ദ്രേട്ടനോട് പറയട്ടെ. മുത്തശ്ശ, ഞങ്ങള് ആ, ദേവൻ പറഞ്ഞിരുന്നു അകത്തേക്ക് വാ. ആ, ദേവേട്ടൻ പറഞ്ഞില്ല നിങ്ങൾ നേരത്തെ ഇറങ്ങിയെന്ന്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്? ഒന്നും പറയണ്ടേ ഇന്ദ്രേട്ടാ. ഫ്ലൈറ്റും ഡിലേ, ട്രെയിനും ഡിലേ. എന്നിട്ട് ഒരു ഫ്രണ്ടിന്റെ കാർ എടുത്തിട്ടാ ഇന്ന് വരെ എത്തിയത്. ആ, അങ്ങനെ. ആ, പിന്നെ അച്ഛാ, ഇതാ ദേവേട്ടൻ പറഞ്ഞ പിള്ളേര്. ഇത് മാധവ്, ഇത് അഭിമന്യു. ഓ, ദേവൻ പറഞ്ഞിരുന്നു എന്തോ പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വന്നതല്ലേ? അത് മുത്തശ്ശ, ഞങ്ങളുടെ ചാനലിൽ ഒരു പുതിയ പ്രോഗ്രാം വരുന്നുണ്ട്. അതിന്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് ഡോക്യുമെന്ററി വേണം. അതിന് വന്നതാ. അല്ല മക്കളെ, എന്ത് പ്രോഗ്രാമാ? അത് പിന്നെ മുത്തശ്ശ, ഈ നാട്ടിൻപുറങ്ങളിലെ ഓൾഡ് ഫോക്ക് സ്റ്റോറീസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് എപ്പിസോഡ് നല്ല ഗ്രാൻഡ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ദേവേട്ടനാ ഇങ്ങോട്ട് വരാൻ സജസ്റ്റ് ചെയ്തത്. ആ, അതൊക്കെ ഇനി നാളെ ആകാം. നിങ്ങൾ പോയി കിടക്ക്. സൂത്രേ, ഇവർക്ക് മുകളിലത്തെ മുറിയൊന്ന് കാണിച്ചു കൊടുക്ക്. അല്ല സുമിത്രേച്ചി, ദേവേട്ടൻ പറഞ്ഞു പഴയ തറവാടാണെന്ന്. എന്നിട്ട് ഇതിങ്ങനെ തോന്നില്ലല്ലോ. തറവാട് പഴയത് തന്നെയാ. പക്ഷെ മക്കളെല്ലാം വലുതായപ്പോ റെനോവേഷൻ ഒക്കെ ചെയ്ത് കുറെ മാറ്റങ്ങളായി. അതാ ഇപ്പൊ ഇങ്ങനെ. സുമിത്രേച്ചിയുടെ മക്കളൊക്കെ ദേവേട്ടൻ പറഞ്ഞു രണ്ടാളുണ്ടെന്ന്. ആ, രണ്ടാളുണ്ട്. മൂത്തവൻ കാർത്തിക്. അവൻ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിട്ട് ഇന്ദ്രേട്ടൻ പറഞ്ഞു വിട്ടേക്കുവാ. 2 ദിവസം കഴിയുമ്പോ എത്തും. ഇളയവള് കാർത്തിക. ഇപ്പൊ സന്ധ്യയായില്ലേ, വിളക്ക് കത്തിക്കാൻ പോയേക്കുവാ. നാളെ പരിചയപ്പെടാം. ഇപ്പൊ നിങ്ങൾ കിടക്ക്. ഇതാ നിങ്ങളുടെ മുറി. അപ്പോ എന്താ ബി പ്ലാൻ? എന്തായാലും നാളെ നേരം വെളുക്കട്ടെ, അപ്പൊ നോക്കാം.